എല്ലാവരും കൂടി വന്ന് നമ്മുടെ ഡാനിയുടെ MBBS കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവൻ പണത്തൂർ ജോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ചേരിക്കലത്ത് ഫാമിലിയുടെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ബേബിചാത്തിനെ സ്വാഗതം ചെയ്യുന്നു. അച്ചാത്തിനെ, അതേപോലെ പന്തല് പാപ്പൻ, ആലപ്പുഴത്തെ പേർപ്പ സ്വാഗതം ചെയ്യുന്നു. ഏട്ടമാൻറ്റി, അതേപോലെ ഞങ്ങളുടെ കുഞ്ഞു പാപ്പൻ ആൻറ്റി, എല്ലാവരും ഏകദേശം എല്ലാവരും, ഞാൻ പ്രായമുള്ളവരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞുള്ളൂ. എല്ലാവരും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ. കാരണം ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും ഇപ്പം ഡാനിയൊക്കെ വളരെ ചെറുതായിട്ട് എനിക്ക് അറിയുന്നതാണ്. അപ്പം അവൻ MBBS പാസ്സായെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അതിൽ വളരെ സന്തോഷവും ഞങ്ങൾക്കും പേഴ്സണലായിട്ട് അഭിമാനിക്കാൻ കഴിയും. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഫാമിലിയിൽ നിന്നും അഭിനന്ദനങ്ങൾ പറയാനുള്ളൊരു അവകാശമുണ്ട്. അപ്പം നമ്മളെ ആലപ്പുഴ മാത്രമാണ് പെട്ടെന്ന് പോകാനുള്ളത്. അവകാശമുണ്ട്. പണ്ടോരെ നമുക്കറിയാവുന്ന ചേച്ചുമാരുടെ പേരില് എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടുക ഒരവസരം ദൈവമൊരുക്കി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതിന് മുഖാന്തരമായി തീർന്നത് ഡാനിയാണ്. ഡാനി അവൻ്റെ പഠനത്തിൽ അവന് ആരംഭം മുതൽ അത് നല്ലവണ്ണം വിനിയോഗിച്ചു, പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് MBBS പഠനം പൂർത്തീകരിക്കാൻ ഇടയായി. തുടർന്ന് ജോലി പ്രവേശിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരുമാണ്. അവർ രണ്ടുപേരുമാണ്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാൻ ഇങ്ങനൊരു അവസരം ദൈവമൊരുക്കി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. തുടർന്ന് അവൻ്റെ ഉപരിപഠനം സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ച് ഉപരിപഠനവും ഒക്കെ നന്നായി പോകട്ടെ, ജോലിയും മെച്ചപ്പെട്ട നിലയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനെ പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. എനിക്ക് എന്നാ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല. കുഞ്ഞിലെ കുട്ട വിളിച്ച് മാത്രമേ. പിന്നെ ഇവന്റെ പിറകില് അവന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം. നമ്മളെല്ലാം പ്രാർത്ഥിച്ചു എങ്കിലും അവനൊരു MBBS പാസ്സായി വന്ന ഒരു ഡോക്ടർ ഞങ്ങളുടെ ഫാമിലിയിലുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. അത്
ഇനി അങ്ങുള്ള ജീവിതവും ഇതുപോലെ തന്നെ നല്ല നല്ല സ്വഭാവം നല്ല ഇതുമായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പേരിൽ കൺഗ്രാജുലേഷൻ. അവന്റെ ഇപ്പൊ ഇതുവരെ പഠിച്ചതിനുള്ള പല അനുഭവങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അതാണ് നമുക്ക് ഒരു പാട്ടും പാടും. എല്ലാവരും ഒന്ന് ചിരിച്ചു കേട്ടോ. ഓ കൈയടിച്ചോ കൈയടിച്ചോ. അങ്ങനെ പാടാം. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലെവിടെ മതിലില്ലെവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. കരിയുന്ന കണ്ണീരെ കണ്ണീരൊപ്പാൻ ഞാനെങ്ങും പോയിടാം. നീറുന്ന നെഞ്ചിലെ ഭാരം താങ്ങാൻ ഞാനെങ്ങും കൂടിടാം. ചെയ്യുന്നതെല്ലാം യേശുവിനായി എന്നുള്ള ചിന്തയാൽ പുണ്യപ്രവർത്തികൾ ചെയ്തു നടന്നിടാൻ. ആനന്ദത്തോടെ പുണ്യപ്രവർത്തികൾ ചെയ്തു നടന്നിടാം. എന്നെ കരുതും വഴിയിൽ എനിക്കൊരു കുറവുമില്ല. എൻ ഭാരമെല്ലാം ദുഃഖങ്ങളെല്ലാം നന്മയ്ക്കായി തീർന്നിടുന്നു. നന്മയ്ക്കായി തീർന്നിടുന്നു. പ്രിയനേ എന്നെ കരുതും വഴിയിൽ എനിക്കൊരു കുറവുമില്ല. എൻ ഭാരമെല്ലാം ദുഃഖങ്ങളെല്ലാം നന്മയ്ക്കായി തീർന്നിടുന്നു. നന്മയ്ക്കായി തീർന്നിടുന്നു. തുമ്പക്കുടത്തിൽ കുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. അടിപൊളി അടിപൊളി സൂപ്പർ. എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങ സിന്ധു സമ്മാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ
ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ദൈവമേ നിൻ മക സ്നേഹമതിന്വിധം ആർക്കു ചിന്തിച്ചറിയാം. നിന്റെ ദിവ്യരാജ്യം മണ്ണിടത്തിൽ വരണം, നിന്റെ ഉള്ളം ഭൂമിയിലെങ്ങും നിറയാ. മണ്ണും വിണ്ണും പാടും നിന്റെ പുണ്യഗീതം, ആരിടത്തിൽ ദൈവരാജ്യം പുലരാൻ. അന്നുള്ള ദിവ്യ പൂജ്യം ഞങ്ങൾക്കിന്നും നൽകിയിടണം. ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യസ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത സ്വർഗം ഈ മണ്ണിൻ ശരീരം നീങ്ങുമ നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ഈ മണ്ണിൻ ശരീരം നീങ്ങുമ നാളിൽ യേശുവെ പോലെയാകും ഞാൻ. എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാന് എന്താ, എനിക്കൊരു ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഭയങ്കര വലിയ ഒരു ഇതാണ്. കാരണം ഓരോ കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ജനറേഷനിലെ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. കാരണം ബാക്കി എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരും അതിന്റെ ഏറ്റവും ആ ജനറേഷനിലെ ഏറ്റവും ചെറിയ ആളാണ്. അപ്പൊ അതിന്റെ എല്ലാ ഒരു എല്ലാ സ്നേഹവും കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പം അങ്ങനെ പിന്നെ എല്ലാവരും ഓരോ സ്ഥലത്തേക്കായി, അങ്ങനെ നമുക്ക് അവരെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മള് ഒറ്റയ്ക്കായ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു സർക്കിളും നമ്മൾ വിട്ടുപോയി. എങ്കിലും എപ്പോഴും അവരെ കാണുമ്പോൾ ഉള്ള പഴയ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ പണ്ട് നമ്മുടെ കല്യാണത്തിന് ഓരോ ആൾക്കാരുടെ കല്യാണത്തിനൊക്കെ നമ്മൾ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ എപ്പോഴും മിസ് ചെയ്യും. അപ്പം ഇപ്പൊ ഈ ഒരു കാരണം ഇങ്ങനെ ഒന്ന് ഒന്നിച്ച് കൂടുവാനും എല്ലാവരുമായിട്ട് ആ ഒരു പഴയ സ്നേഹം പുതുക്കുവാനൊക്കെ സാധിച്ചത് ഭയങ്കര സന്തോഷമായിട്ട് കരുതുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അനുമോദനം ഞാനിങ്ങനെ നമ്മളങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ഒരു സർപ്രൈസ് ആയിരുന്നു. അത് വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി. അപ്പം എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഒരു കോഴ്സ് ചെയ്തു വന്ന ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു ഫീൽ. പക്ഷെ നിങ്ങളത് നോക്കിക്കാണുന്നത് എന്താണ്, ബാക്കി ആരും ചെയ്യാത്ത അല്ലെങ്കിൽ അധികം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമുക്കത് ദൈവം തന്നു. ആ രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത് മനസ്സിലാക്കുന്നത്. അപ്പം അത് കാരണം ഒരിക്കൽ കൂടെ ആ അനുമോദനം എനിക്ക് നൽകിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത്ര നാളും ഓരോ കാര്യത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിച്ച് പോകണം എന്നാണ് പറയാനുള്ളത്. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഒരു അവസരം, അത് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു സമയം. അതുകൊണ്ടാണ് ഞാൻ നന്ദി പറയാനായിട്ട് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാനായിട്ട് കാരണം തന്നെ അതാണ്. കാരണം ഇത് ഇങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് നിങ്ങളൊക്കെയും ഞങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച്
അത് എത്രത്തോളം കൊണ്ടുവന്നു വളരെ ഭംഗിയായിട്ട് പര്യവസാനിച്ചു. അതിൽ പ്രത്യേകമായിരിക്കുന്ന നന്ദിയും അഭിനന്ദനവും ഇതിന് പിന്നിൽ കുറച്ച് എല്ലാവർക്കും അർപ്പിക്കുകയാണ്. ചേട്ടാ ചിരിച്ചേ. ഇതാരായത്? ആരാ മെയിൻ പരിപാടി ഓർഗനൈസർ ആരായിരുന്നു? എല്ലാവരും അഭിപ്രായങ്ങൾ സുഖമാണോടി? ഓക്കെ. Thank you.